ശ്രീ ലാൽകുമാർ, ഇത്രയും ഐക്യകണ്ഠേന കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ആരുടെയെങ്കിലും ഒക്കെ വാചകങ്ങളോ ഒക്കെ കേട്ടിട്ട് അല്ലേ ലാൽകുമാറെ? അല്ല, റജി പറയുന്ന ഒരു കാര്യം, റജിയോട് എനിക്ക് ബഹുമാനമുള്ള ഒരാളാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. നോക്കൂ, കോൺഗ്രസിനകത്ത് കുറേ നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ കാര്യങ്ങളൊന്ന് അധികാരത്തിൻ്റെ വടംവലിയാണ്. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അധികാരത്തിൻ്റെ വടംവലിയാണ്. നോക്കൂ, പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി തർക്കം, പ്രതിപക്ഷ നേതാവായതിൽ ആക്കാഞ്ഞിരുന്നതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിഷേധം, KPCC അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് കെ സുധാകരനെ മാറ്റുന്നതിൽ അദ്ദേഹത്തിന് പ്രതിഷേധം. ഇതിൻ്റെയൊക്കെ പ്രലൂഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കെ സുധാകരൻ എന്ന് പറയുന്ന KPCC അധ്യക്ഷനെ മാറ്റി സണ്ണി ജോസഫിനെ പ്രതിഷ്ഠിക്കുന്ന വഴിയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് കേരളത്തിൽ സീറ്റ് കൊടുക്കും എന്നുള്ള ഒരു വാർത്ത ആദ്യം വന്നിരുന്നു. എന്നുവെച്ചാൽ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു. പിന്നെ അതല്ല, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തിനെ എടുക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേക ക്ഷണിതാവായിട്ട് വിളിക്കുകയോ ഏതാണ്ട് ചെയ്ത് ഒതുക്കുകയാണ് ചെയ്തത്. അപ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് പാർലമെൻറ്റിൽ പോയി ഒന്നും ചെയ്യാനില്ല. കാര്യം ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയും തിരിച്ച് കേരളത്തിൽ വരണം. കേരളത്തിൽ ഇവിടുന്ന് നരേന്ദ്രമോദിയെ ഒഴിവാക്കി രാജ്യത്തിൻ്റെ അധികാരം പിടിച്ച് മന്ത്രിയാകാനാണ് ഇവിടുന്ന് കുറേ പേർ അങ്ങോട്ട് പോയത്. അവിടുന്ന് അതുപോലെ വരികയാണ് ഈ നോക്കുന്നത്. പക്ഷേ ഇതൊന്നും നടപടിയുള്ള കാര്യമില്ല. കാര്യം സ്ഥാനാർത്ഥിയാകാൻ പറ്റും, ജയിക്കുമോ നോക്കുമോ എന്നുള്ളത്, ഇങ്ങനെയുള്ള ആൾക്കാർ ജനങ്ങൾ വോട്ട് ചെയ്യുമോ എന്നുള്ളത് ആദ്യം കണ്ടറിയണം. സുധാകരൻ്റെ ഒരു ലോക്കൽ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം കുറച്ച് നാളുകളായി നടത്തുന്ന ഒരു നാടകം, ഒരു പൊറോട്ട് നാടകം പോലുള്ളൊരു കാര്യം മാത്രമായത്. സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നുള്ളതാണ് നമ്മൾ ഇതിനു മുമ്പ് കേട്ട ഏറ്റവും വലിയ, സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു സ്ലോഗൻ. ആ സ്ലോഗനേറിയും കേരളത്തിൽ മൊത്തം നടന്നൊരു കാര്യമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള ഒരാളെ പുറത്താക്കിക്കൊണ്ട് കെ സുധാകരനെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നു. പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കാരണവശാലും ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ അദ്ദേഹത്തിനെ മാറ്റേണ്ട സാഹചര്യം കോൺഗ്രസ്സിന് പിന്നീട് വരികയാണ്. അപ്പം സുധാകരൻ പ്രതിദാനം ചെയ്യുന്നത്, സുധാകരൻ ഒരു വ്യക്തിയല്ല. സുധാകരൻ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അധികാരത്തിന് വേണ്ടിയുള്ള ഈ ഉൾവിളി, അല്ലെങ്കിൽ അധികാരം കിട്ടും എന്നറിയുമ്പോഴത്തേന് ഓടി വരാനുള്ള ഒരു ടെൻഡൻസിയാണ് സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് വെച്ചാൽ ആ ഒരു പ്രോട്ടോടൈപ്പ്. സുധാകരൻ ഒരു പ്രോട്ടോടൈപ്പായിട്ട് എടുത്താൽ കോൺഗ്രസിൻ്റെ പ്രോട്ടോടൈപ്പിൽ കാണപ്പെടുന്നു. ഇപ്പം നോക്കൂ, അടൂർ പ്രകാശ് വിചാരിച്ചാൽ ഇതുപോലൊരു നാടകം നടത്തരുതോ? ഷാഫി പറമ്പിൽ വിചാരിച്ചാൽ ഇങ്ങനൊരു നാടകം നടത്തരുതോ? KC വേണുഗോപാൽ വിചാരിച്ചാൽ ഇങ്ങനൊരു നാടകം നടത്തരുതോ? കാര്യം സുധാകരനില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ KC ഇല്ലാതെ പറ്റില്ല. ഇങ്ങനെ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു, കരയുന്നു, സുധാകരന് വേണ്ടി നമ്മൾ മരിക്കുമെന്ന് പറഞ്ഞ പോലെ KCക്ക് വേണ്ടി നമ്മൾ മരിക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ പോസിബിളായിട്ടുള്ള പ്രപ്പോസിഷൻസ് ആണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ അത് കോൺഗ്രസ്സുകാർക്ക് മാത്രം അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ വിശാല അർത്ഥത്തിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ രാജ്യത്തെ രാഷ്ട്രീയത്തിനോ ഇത് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നതാണോ? ഒരു കാരണവശാലും ഗുണം ചെയ്യുന്നതല്ല. എന്ത് മെസ്സേജാണ് നിങ്ങൾ ഈ രാഷ്ട്രീയത്തിന്, കേരളത്തിൻ്റെ സംസ്ഥാനത്തെ ജനതയ്ക്ക് കൊടുക്കുന്നത്? പാർലമെൻറ്റ് മെമ്പർ സ്ഥാനം രാജിവെച്ച്, അല്ലെങ്കിൽ പാർലമെൻറ്റ് സ്ഥാനം രാജിവെക്കുന്നില്ല, അത് തന്നെ കേരളത്തിൽ മത്സരിക്കുക. കേരളത്തിൽ മത്സരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് ഇവർ കൊടുക്കുന്ന മെസ്സേജ് എന്താ? കോൺഗ്രസ് പാർട്ടി ജയിക്കുമോ തോക്കുമോ, ഒരു തോക്കുന്ന സീറ്റ് തന്നെ ആകട്ടെ, ആ സീറ്റിലേക്കാണ് ഇദ്ദേഹം വരുന്നതെങ്കിൽ പോലും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇവർ കൊടുക്കുന്ന റിഗാർഡ് എന്താണ്? അപ്പം ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് കുറേ നാളുകളായി നിൽക്കുന്ന അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഈ അപ്പക്കഷ്ണത്തിന് പുറകെയുള്ള ഓർഡറിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡും ലോ കമാൻഡും ഒക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ സുധാകരൻ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. എന്താണ് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്? അദ്ദേഹം കണ്ണൂർ മത്സരിക്കും. സാധാരണഗതിയിൽ പതിവില്ലാത്ത ഒരു രീതിയാണ്. കോൺഗ്രസിൽ പോലും ഞാൻ മത്സരിക്കുന്നതെന്ന് ആരും പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ കുറേ നാളുകളായി രാഷ്ട്രീയം നോക്കുന്ന ആളാണല്ലോ. ആ വീക്ഷണത്തിൽ വീക്ഷിക്കുന്നതിൽ നിന്ന് ഞാൻ ഇതുവരെ ഒരാൾ ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പരസ്യമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പരസ്യമായി പറയുകയാണ്. ആ പറയുന്നത് ഇന്ന് ഉരുത്തിരിഞ്ഞു വന്ന് ഞാൻ കാണുന്ന ഒരു കാര്യം, സുധാകരന് വേണ്ടി മാത്രം പറയുന്നോ എന്നുള്ളൊരു ചോദ്യത്തിനുപരി സുധാകരൻ മറ്റാൾക്കാർക്കും കൂടി വേണ്ടി അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ആസ്പെക്റ്റ്. കാര്യം കുറച്ച് പേർക്ക് ഇങ്ങോട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട്, അവരെല്ലാം വരട്ടെ, സുധാകരൻ മത്സരിക്കട്ടെ എന്ന് പറയുന്ന സുധാകരനെ കൊണ്ട് പറയിച്ചതിനുള്ളൊരു സാധ്യത. അതല്ല എങ്കിൽ മറ്റൊരു സാധ്യതയുള്ളൂ. ഇതിനിടെ കൂടെ അജിംഷാദ് ശ്രദ്ധിച്ചോന്നറിയില്ല, കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത വന്നു, KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നു, KC വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കും. അത് വെട്ടിയതാകാനും സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാര്യം
കെ.സി. വേണുഗോപാലിനോട് പരസ്യമായി ഏതാണ്ട് 2021 ഇരിക്കൂർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കെ.സി. ജോസഫ് അവിടെ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പരസ്യമായി തന്നെ ഒരു വഴക്കിലേക്ക് കെ. സുധാകരൻ ഒരു ഘട്ടത്തിലെത്തിയിരുന്നു. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈക്കമാൻഡ്? കെ.സി. വേണുഗോപാലാണ് ഹൈക്കമാൻഡ് എന്നുള്ളൊരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്. ഹി ഹാസ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വരാതിരിക്കാൻ ഈ പറയുന്ന കേരളത്തിലെ ആൾക്കാർ തന്നെ സ്റ്റേജ് ചെയ്ത് സുധാകരനെ തള്ളിവിട്ടതാണോ? ഇത് പല ആസ്പെക്റ്റുകൾ ഇതിനകത്തുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്കത് കൃത്യമായി എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് പറയാൻ കഴിയൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിന് ഇത് ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് 100% ഗുണം ചെയ്യത്തില്ല. പക്ഷേ അതിനുപരി അടിസ്ഥാനപരമായി കോൺഗ്രസ് ഉയർത്തുന്ന രാഷ്ട്രീയം ഈ സംസ്ഥാനത്ത് ഉയർത്തി ഈ സംസ്ഥാനത്തെ ജനതയോട് ഇവരെന്താണ് പറയുന്നത്? ഈ പറയുന്ന എല്ലാവരെയും നരേന്ദ്രമോദിയെയും ഫാസിസത്തിനെ എതിർക്കാൻ വിട്ട ആൾക്കാർക്ക് ഇടയ്ക്ക് വെച്ച് ആ സമരം ഒഴിവാക്കി അവർ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടമൊക്കെ നിർത്തിയിട്ടുന്ന ആളുകളായത് പോട്ടെ, ഈ പറയുന്ന ആൾക്കാരെ അങ്ങോട്ട് വിട്ടിട്ട് പെട്ടെന്ന് അധികാരത്തിന് വേണ്ടി അവിടെ അധികാരം കിട്ടാനും മന്ത്രിസ്ഥാനം ഇല്ലാതെ വരുമ്പം ഇവിടേക്ക് വന്ന് എന്തേലും കിട്ടും എന്നുള്ള പ്രതീക്ഷ എല്ലാ അവസരങ്ങളെയും മുതലാക്കിക്കൊണ്ട് ഒരു ഓപ്പർച്യൂണിസം അല്ലെങ്കിൽ ഈ യൂട്ടിലിറ്റേറിയൻ തിയറി പറഞ്ഞ പോലെ ആര് ഒരു വള്ളത്തേലുണ്ടെങ്കിൽ നമുക്ക് 3 പേർക്ക് ജീവിക്കാൻ ഒരാളെ കൊന്നാൽ മതിയെങ്കിൽ ആ ഒരാളെ കൊന്നു തിന്നുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത് അബദ്ധമാണ്. അത് കോൺഗ്രസിന് മാത്രമല്ല, ഇത് അടിസ്ഥാനപരമായി ഇത് പ്രയോജനപ്പെടുക CPM പോലും അല്ല, സംഘപരിവാറിനായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. കോൺഗ്രസ് ഈ കളിക്കുന്ന കളി സംഘപരിവാറിനാണ് പ്രയോജനം ചെയ്യുക. കാര്യം കേന്ദ്രത്തിലെ ഈ വിഷയം വലിയ രീതിയിൽ നാഷണൽ മീഡിയ ഏറ്റെടുക്കും. അത് വലിയ ഒരു ദൂരവ്യാപകമായ റിപ്രക്കഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്.